സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകൾ മുഴുവൻ BM&BC നിലവാരത്തിൽ നവീകരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 50%-ലധികം റോഡുകൾ ഇത്തരത്തിൽ നവീകരിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 10 കോടി രൂപ ചെലവഴിച്ച് BM&BC നിലവാരത്തിൽ റീടാറിംഗ് പൂർത്തീകരിച്ച മുണ്ടക്കയം കോരുത്തോട് റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 50%-ലധികം റോഡുകൾ BM&BC നിലവാരത്തിൽ നവീകരിച്ചു. ഇത്തരത്തിൽ റോഡുകൾ നവീകരിക്കുന്നതിന് ചെലവ് കൂടുതലാണ്. എന്നാൽ കൂടുതൽ കാലം ഈട് നിൽക്കുന്നവയും നിലവാരം ഉയർന്നതുമായ രീതിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തായി 10 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം നടത്തിയിരിക്കുന്നത്. കൂടുതൽ കാലം ഈട് നിൽക്കുന്നതും നിലവാരം ഉയർന്നതുമായ റോഡ് നിർമ്മാണ രീതിയാണ് BM&BC നിർമ്മാണം. മടുക്ക ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷനായിരുന്നു. പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. ജോസ് രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CN രാജേഷ്, VK ജയദേവൻ, സിനു സോമൻ, ഷീബ ഷിബു, പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ L. രാഗിണി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് ഫെബ്രുവരി 27-ന് മാന്നാറിൽ സർവമത സമ്മേളനം നടത്തും. സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ഒരുക്കങ്ങളുടെ ഭാഗമായി മാന്നാർ നായർ സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ സ്വാഗത സംഘം യോഗം ചേർന്നു. സ്വാഗത സംഘം കൺവീനർ അനിൽ P. ശ്രീരംഗം, ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സംസ്ഥാന ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കൾ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. 27-ന് മാന്നാർ ശ്യാമശ്രീ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ 5000 പേരെ പങ്കെടുപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചതായി മന്ത്രി പറഞ്ഞു. അടുത്ത മാസം 10-ാം തീയതി ആലുവയിൽ സമാപനം കുറിക്കും. അതിനുശേഷം 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ചെങ്ങന്നൂരിൽ ഈ മാസം 27-ാം തീയതിയാണ് ഈ പരിപാടി മാന്നാറിൽ ശ്യാമശ്രീ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. 5000-ത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സർവമത കൺവെൻഷനാണ് ഇപ്പോൾ ഇതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ശ്രീ അനിൽ P. ശ്രീരംഗം കൺവീനറായ ഒരു സ്വാഗത സംഘം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. 27-ാം തീയതി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ശിവഗിരി മഠാധിപൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ആദ്യ പ്രഭാഷണം നടത്തും. ഏറ്റവും പ്രിയങ്കനായ ജയകുമാർ IAS അദ്ദേഹം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രഭാഷണം നടത്തുന്നുണ്ട്. ആധുനിക സംസ്കാരത്തിന് യോജിച്ച നടപടികളല്ല പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നുണ്ടാകുന്നതെന്ന് മുൻമന്ത്രി G. സുധാകരൻ. ചെങ്കോൽ പൂജിക്കുന്നതിന് പകരം ഭരണഘടനയെയാണ് പൂജിക്കേണ്ടതെന്നും സുധാകരൻ പറഞ്ഞു. ആരാധനാലയങ്ങൾ സംരക്ഷിക്കുക, മതേതരത്വം കാത്തുസൂക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അമ്പലപ്പുഴ താലൂക്ക് ദക്ഷിണ മേഖല ജമായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം വളഞ്ഞവഴി SN കവലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻമന്ത്രി G. സുധാകരൻ. മോഡി എന്ന വ്യക്തിയല്ല, മോഡി ചെയ്യുന്ന പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹം ഒരു ചെങ്കോലുമൊക്കെ പൂജിച്ച് അതിനുമുമ്പ് അദ്ദേഹം സാഷ്ടാംഗം നിലത്ത് കിടന്ന് തൊഴുത് അതുകൊണ്ട് അദ്ദേഹം വരുന്ന ഒരു വരവ് ഇതൊരു പാർലമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ട് വെക്കുകയാണ്. ഇതൊരു കാടത്തമെന്നാണ് പറയുന്നത്. കാടത്തം, ബാർബറിയനിസം. ഇത് ആധുനിക സംസ്കാരത്തിന് യോജിച്ചതല്ല, ലോകത്തിന്റെ പുരോഗതിക്ക് യോജിച്ചതല്ല. ചെങ്കോലും കിരീടവും നാം വലിച്ചെറിഞ്ഞു കളഞ്ഞതാണ്. രാജവാഴ്ച അവസാനിപ്പിച്ചതാണ്. രാജവാഴ്ചയുടെ പ്രതീകമാണ് ചെങ്കോൽ, അല്ലാതെ ജനാധിപത്യത്തിന്റെ പ്രതീകമല്ല. ജനാധിപത്യത്തിന്റെ പ്രതീകം ഭരണഘടനയാണ്, ആ മഹത്തായ പുസ്തകമാണ്. അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രതീകം. അതിന്റെ ഒരു കോപ്പി സ്വർണ്ണത്തിൽ നിർമ്മിച്ചതിന് അവിടെ സ്ഥാപിക്കാൻ പാടില്ല. അതിന് പൈസയൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കില്ല. സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് CA സലീം ചക്കിട്ടപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. VH അലിയാർ അൽ കാസിമി മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TA താഹ പുറക്കാട്,
വിവിധ മഹൽ ഭാരവാഹികളായ ഇബ്രാഹിംകുട്ടി വിളക്കേഴം, CRP അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ മിയാവാക്കി പച്ചത്തുരുത്ത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. കുറഞ്ഞ കാലയളവിൽ നിബിഡ വനം സൃഷ്ടിക്കുന്നതിന് ജപ്പാൻകാരനായ അക്കീര മിയാവാക്കി എന്ന സസ്യശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച മാതൃകയാണ് മിയാവാക്കി. നെറ്റ് സീറോ കാർബൺ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ 88 തദ്ദേശ സ്ഥാപനങ്ങളിലും ആലപ്പുഴ ജില്ലയിലെ 4 തദ്ദേശ സ്ഥാപനങ്ങളിലും ഒന്നാണ് നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത്. നിശ്ചിത വളർച്ച കൈവരിക്കുന്നതിനായി പ്രദേശത്ത് സ്വാഭാവികമായി വളരുന്ന മരങ്ങളുടെ തൈകൾ 2 മാസം ഗ്രോ ബാഗിൽ പോട്ടിംഗ് മിക്സ്ചർ നിറച്ച് തൈകളുടെ വളർച്ച ഒരുപോലെ ആയതിനു ശേഷം വിവിധ സ്ഥലങ്ങളിൽ നടുന്നതാണ് പദ്ധതി. ഇതിനായി കൈനടി പോലീസ് സ്റ്റേഷന്റെ 1.5 ഏക്കർ വരുന്ന സ്ഥലവും മറ്റു പ്രദേശങ്ങളും പഞ്ചായത്ത് റോഡുകളുടെ ഇരുവശങ്ങളുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൈനടി പോലീസ് സ്റ്റേഷനിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നിർവഹിച്ചു. സ്റ്റേഷൻ്റെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, കടമയാണ്. നമ്മളത് പരമാവധി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറേ സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അവിടെ പിന്നെയും കാട് പിടിക്കും, പിന്നെയും കാട് വെട്ടും, പിന്നെയും കാട് പിടിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മിക്ക സ്റ്റേഷൻ്റെയും സ്ഥിതി കിടക്കുന്നത്. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ്, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇനീഷ്യേറ്റീവിൽ ഈ ബാക്കി കിടക്കുന്ന സ്ഥലം നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാണ്ട് കിടക്കുന്ന കുറച്ച് സ്ഥലം നമുക്ക് എന്ത് രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് സ്ഥലം ഇവർ ഐഡൻറ്റിഫൈ ചെയ്തു, ഗ്രാമപഞ്ചായത്ത് ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് എനിക്ക് റിക്വസ്റ്റ് വരുവാണ് ചെയ്തത് ഈ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാനായിട്ടൊരു പെർമിഷൻ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇതുകൊണ്ടൊരു ഉപകാരമുണ്ട്. സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഷൻ്റെ പ്രിമൈസസ് വൃത്തിയാവുകയാണ്. അവിടെ എന്തെങ്കിലും രീതിയിലുള്ള എന്താ പറയുക, ഈ കാട് പിടിക്കുന്ന പ്രവണത ഇതോടെ നിൽക്കും. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം അതിനകത്ത് കിട്ടാം. പിന്നെ അതുപോലെ തന്നെ മിയാവാക്കി ഫോറസ്റ്റ്. അപ്പോൾ ഇത് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമാണ്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു. MG NREGA എഞ്ചിനീയർ സ്വാതിദാസ് പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് സന്ധ്യാമണി ജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ VG സഹദേവൻ, അജിത് കുമാർ, MD ചന്ദ്രൻ, KR രാജപ്പൻ, രാകേഷ് പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 548 തൊഴിൽ ദിനത്തിനുള്ള വേതനം 1,85,557 രൂപ വകയിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുമായി സംയോജിപ്പിച്ച് 25,000 രൂപ പ്ലാൻ ഫണ്ടും വിനിയോഗിച്ചാണ് ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി KSTA നടത്തുന്ന LSS USS മാതൃകാ പരീക്ഷയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടത്തി. മുഹമ്മദ് അൻസ് ബോയ്സ് ഹൈസ്കൂളിൽ സലാം MLA പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഫിസിക്കലായി മറ്റെന്ത് നേടുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അറിവ് വികസിപ്പിക്കുക, അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാലത്തിൻ്റെ എല്ലാ മാറ്റങ്ങൾക്കും അനുസരിച്ച് ആധുനികമായ ജീവിതത്തിലേക്ക് ലോകം മാറി മാറി വരുമ്പോൾ അവിടെയെല്ലാം ആത്യന്തികമായി ജീവിത വിജയത്തിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ കഴിയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അറിവ് വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നിശ്ചയമായും ഒരു സാധാരണ പഠനത്തിനപ്പുറമായ ഒരു അഡീഷണലായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്തരം അറിവ് വർദ്ധിപ്പിക്കാൻ ഉപകരിക്കപ്പെടുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷ കൂടിയാണ് LSSഉം USSഉം. ആ പരീക്ഷയിൽ പങ്കെടുക്കാൻ കുഞ്ഞുങ്ങൾ തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ പരീക്ഷ വിജയത്തിന് വേണ്ടി തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി കൂടുതൽ അറിവിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റുക. ദീർഘമായിട്ടൊന്നും ഞാൻ സംസാരിച്ചു പോകുന്നില്ല. വളരെ വിശദമായി ഇവിടെ നിങ്ങളോട് അധ്യക്ഷനോട് സ്വാഗത പ്രാസംഗികനോട് സംസാരിച്ചിട്ടുണ്ട്. 2 വിഭാഗങ്ങളിലായി 450-ലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ KSTA ജില്ലാ പ്രസിഡന്റ് PK ഉമാനാഥ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി റിജോ ജോസഫ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KK ഉല്ലാസ്, സീജ കുഞ്ഞുമോൻ, PR യേശുദാസ്, S വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൊട്ടാരക്കരയിൽ നടന്ന ചടങ്ങിൽ മികച്ച 2ാമത്തെ പഞ്ചായത്തിനുള്ള പുരസ്കാരം മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ഏറ്റുവാങ്ങി. പ്രസിഡന്റ് K സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT വിനോദ് കുമാർ, സെക്രട്ടറി ബിനു ഗോപാൽ എന്നിവർ ചേർന്നാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. കൊട്ടാരക്കരയിൽ 18, 19 തീയതികളിൽ നടന്ന തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്.
മുട്ടാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനു വേണ്ടി UDF ചുവരെഴുത്തു തുടങ്ങി. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട ബുധനൂർ പഞ്ചായത്തിലെ ഉളുന്തിയിലാണ് പ്രവർത്തകർ സിറ്റിംഗ് MP കൂടിയായ കൊടിക്കുന്നിൽ സുരേഷിനു വേണ്ടി ചുവരെഴുത്തിയത്. മുൻ പഞ്ചായത്ത് അംഗം ജോസഫ് കുട്ടി കടവിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചുവരെഴുത്ത്. കേരള കോൺഗ്രസ് കൈനഗിരി മണ്ഡലം പ്രവർത്തക യോഗം കഴിഞ്ഞ ദിവസം നടത്തി. സമസ്ത മേഖലയിലും പരാജയപ്പെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് കാവനാട്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണം നമുക്കറിയാം, ഒരു കിരാത ഭരണം എന്ന് വേണേൽ പറയാൻ സാധിക്കും. പിണറായി വിജയൻ്റെ ഈ ഭരണം ജനങ്ങൾ മടുത്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ് ചെയ്യുന്നത്. കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കർഷകൻ നെല്ല് കൊടുത്താൽ അവന് പണമില്ല. രണ്ടാം കൃഷിയുടെ നെല്ലിൻ്റെ പണം പോലും പൂർത്തീകരിച്ച് കൊടുക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. സപ്ലൈകോ എടുക്കുന്ന നെല്ലിൻ്റെ പണം കർഷകന് ബാങ്കിൽ നിന്ന് ലോണായിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ ഈ പണം ഗവൺമെൻറ് ലോണായിട്ടെടുത്ത് കർഷകന് കൊടുക്കണ്ടേ? മാസങ്ങളോളം ഈ ചെളിയിലും വെയിലത്തും ഈ മഴയത്തും പണിതെടുത്ത് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്ന, കേരള ജനതയെ ഊട്ടുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഈ നെല്ല് കുത്തി അരിയാക്കി അത് വിറ്റാലും കർഷകന് പൈസ കൊടുക്കത്തില്ല എന്നുള്ള തീരുമാനത്തിലാണ് പിണറായി ഗവൺമെൻറ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കാർഷിക മേഖല ആകെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണെന്നും ജോസ് കാവനാടൻ പറഞ്ഞു. സർക്കാർ സബ്സിഡി നൽകിക്കൊണ്ടിരുന്ന അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതിലും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് മൂലവും സാധാരണക്കാരും ഇടത്തട്ടുകാരും ദുരിതമനുഭവിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ കേരള കോൺഗ്രസ് കൈനഗിരി മണ്ഡലം പ്രസിഡന്റ് CB ബിജുകുമാർ അധ്യക്ഷനായിരുന്നു. കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബാബു പാറക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. KTUC ജില്ലാ സെക്രട്ടറി തങ്കച്ചൻ നെടുമുടി, കേരള കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം സെക്രട്ടറി ബേബിച്ചൻ തൈപ്പറമ്പ്, വൈസ് പ്രസിഡന്റ് തോമസ് വർക്കി, സജി ചാവറ തുടങ്ങിയവർ സംസാരിച്ചു. ആറ്റുവാത്തല സർവീസ് സഹകരണ സംഘത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരള കോൺഗ്രസ് പ്രതിനിധികളായ ബിൻസി ബാബു, മേഴ്സി മാത്യു എന്നിവർക്ക് യോഗത്തിൽ സ്വീകരണം നൽകി. നെൽകർഷക സംരക്ഷണ സമിതി ചതുർത്ഥിയാഗിരി യൂണിറ്റ് രൂപീകരണ യോഗം കഴിഞ്ഞ ദിവസം നടന്നു. NKSS സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ് കാഞ്ഞിരം യോഗം ഉദ്ഘാടനം ചെയ്തു. പുളിങ്ങുന്ന് ചതുർത്ഥിയാഗിരി കറുകക്കൂണിൽ വിഹാറിൽ നടന്ന യോഗത്തിൽ P. ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തോമസ് കാവനാട് പ്രസിഡന്റായും MM തോമസ് സെക്രട്ടറിയായും യശോധരൻ കറുകക്കൂണിൽ ട്രഷററായും ചുമതലയേറ്റു. 9 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ ജോസ് കാവനാട്, രക്ഷാധികാരി ജെയിംസ് കല്ലുപാത്ര, വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന് എന്നിവർ സംസാരിച്ചു. നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു തൊഴിൽ ദാതാവ് തന്നെയാണ്. ഈ പ്രദേശത്തിന്റെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നവരാണ് ഇവിടുത്തെ നെൽകർഷകർ. അതുകൊണ്ട് നമ്മളെ ഇനി അവഗണിക്കാൻ അവസരം ഉണ്ടാക്കിയാൽ അതിന് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരുമിച്ച് നിന്നാലേ നമുക്ക് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഉദ്യമമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പിന് മുന്നോടിയായുള്ള ഡിജി ഗ്രാമസഭയ്ക്ക് മാന്നാറിൽ തുടക്കമായി. പദ്ധതിയുടെ പ്രചരണാർത്ഥം 6ാം വാർഡിൽ ഡിജി ഗ്രാമസഭ നടന്നു. മാന്നാർ പഞ്ചായത്ത് 6ാം വാർഡിൽ ചേർന്ന ഡിജിറ്റൽ ഗ്രാമസഭ പ്രസിഡന്റ് TV രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സലീം പടിപ്പുരയ്ക്കൽ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പ്രവർത്തിക്കുമെന്നും എന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളെയും ഡിജിറ്റൽ സാക്ഷരതാ വോളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്യിപ്പിക്കുമെന്നും ഡിജി വാരത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ വാർഡിൽ നടപ്പിലാക്കുവാൻ ഗ്രാമസഭയിൽ തീരുമാനമായി. തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടികയറി. തകഴി ശിവശങ്കര പണിക്കർ അനുസ്മരണവും നാഗസ്വരാർച്ചനയും പുരസ്കാര സമർപ്പണവും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടത്തി. തിങ്കളാഴ്ച രാവിലെ താന്ത്രിക കുലപതി വൈക്കം മനയത്താറ്റുമനയ്ക്കൽ ബ്രഹ്മശ്രീ MN ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് ഭക്തരാണ് ശാസ്താവിന്റെ കൊടിയേറ്റ് കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്.
കൊടിയേറ്റിന് ശേഷം 15ാമത് തകഴി ശിവശങ്കര പണിക്കർ അനുസ്മരണവും നാഗസ്വരാർച്ചനയും പുരസ്കാര സമർപ്പണവും ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ചിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു കലാകാരന്മാരെ അവരുടെ കാലം കഴിയുമ്പോൾ വളരെ അപൂർവമായി മാത്രമാണ് ആദരിക്കപ്പെടുന്നത്. എങ്കിലും ഇപ്പോഴും അവരെ ആദരിക്കുന്ന ആ ശിഷ്യന്മാരെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ ഈ അഭിനന്ദിക്കുവാൻ തിരഞ്ഞെടുത്ത ദിനങ്ങൾ, ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ എത്രയോ പുലരികൾ, ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ എത്രയോ സായാഹ്നങ്ങൾ സംഗീത സാന്ദ്രമാക്കിയ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പുരസ്കാരം വിതരണം ചെയ്യുവാൻ ഇവിടെ തന്നെ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തതും വളരെ അനുയോജ്യമായി പോയി എന്നുള്ള കാര്യം ഇവിടുത്തെ സംഘാടകരെ ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്രവാദ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ കാലഘട്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തങ്ങളുടേതായ കയ്യൊപ്പ് പ്രതിഷ്ഠ പ്രിയപ്പെട്ട പൂഞ്ഞാർ ഗോപാലകൃഷ്ണ പണിക്കരെയും അതുപോലെ തമിഴ്നാട്ടുവാൻ തുറവൂർ ജയകുമാറിനെ പോലുള്ളവരെയും ആദരിക്കുവാനും സംഗീതശ്രേഷ്ഠ പുരസ്കാരം നാഗസ്വര വിദ്വാൻ പൂഞ്ഞാർ ഗോപാലകൃഷ്ണ പണിക്കർക്കും വാദ്യശ്രേഷ്ഠ പുരസ്കാരം തുറവൂർ ജയകുമാറിനും സമ്മാനിച്ചു. നാഗസ്വരത്തിൽ പ്രതിഭ തെളിയിച്ച മാസ്റ്റർ ജി ഗൗതം ദാസ്, ജി അശ്വിൻ ദാസ്, മാസ്റ്റർ അനന്തകൃഷ്ണൻ, വയലിനിൽ പ്രതിഭ തെളിയിച്ച കുമാരി ദേവികൃഷ്ണ, ഭരത് കൃഷ്ണ, ഭരതനാട്യത്തിൽ മികവ് തെളിയിച്ച കുമാരി ദേവു എസ് ദിലീപ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പി കെ വാസുദേവന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ പി ആർ ശ്രീശങ്കർ, തകഴി ദേവസ്വം മാനേജർ എസ് മധു, അജിത് കുമാർ തകഴി, നാഗസ്വര വിദ്വാൻ മങ്കൊമ്പ് രാജൻ, തിടനാട് സന്തോഷ് കുമാർ, തകഴി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭോപ്പാലിൽ നടന്ന 34ാമത് കനോയിങ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിലും 12ാമത് ഡ്രാഗൺ ബോട്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പിലും അഭിമാന നേട്ടം കൈവരിച്ച് കേരളം. തിരിച്ചെത്തിയ ആലപ്പുഴ ജില്ലക്കാരായ താരങ്ങൾക്ക് ഉജ്ജ്വല സ്വീകരണമാണ് റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത്. ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പിൽ കൂട്ടുകാർക്കൊപ്പം തുഴയെറിഞ്ഞ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയ കുട്ടനാട്ടിലെ മങ്കൊമ്പ് തെക്കേക്കര സ്വദേശി അജയ് കുമാറും ഇപ്പോൾ നാട്ടിലെ താരമാണ്. ഫെബ്രുവരി 9 മുതൽ 12 വരെ തീയതികളിൽ ഭോപ്പാലിലായിരുന്നു ദേശീയ മത്സരങ്ങൾ. കനോയിങ് ആൻഡ് കയാക്കിംഗ് മത്സരങ്ങളിൽ ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 7 സ്വർണവും 8 വെള്ളിയും 11 വെങ്കലവും കേരളം കരസ്ഥമാക്കി. ഡ്രാഗൺ ബോട്ട് റേസിൽ ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 1 സ്വർണവും 1 വെള്ളിയും 6 വെങ്കലവുമാണ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയ കായിക താരങ്ങൾക്ക് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കേരള കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ആലപ്പുഴ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി ജി വിഷ്ണു, കേരള കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷൻ സെക്രട്ടറി എസ് ബീന, ജോയിന്റ് സെക്രട്ടറി പി ജോഷിമോൻ, സ്റ്റേറ്റ് കോർഡിനേറ്റർ കെ എസ് റെജി എന്നിവർ പങ്കെടുത്തു. പരിശീലകരായ എസ് സിജികുമാർ, വീർപ്പൽ കൗർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗം ആൺകുട്ടികൾ വെള്ളി മെഡലാണ് കരസ്ഥമാക്കിയത്. കുട്ടനാട്ടിലെ മങ്കൊമ്പ് തെക്കേക്കര സ്വദേശിയും +2 വിദ്യാർത്ഥിയുമായ അജയ് കുമാറിനെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. നോട്ടുമാല അണിയിച്ചാണ് മുത്തശ്ശി സന്തോഷം പങ്കുവച്ചത്. വാശിയേറിയ മത്സരമായിരുന്നുവെന്നും കേരളത്തിന് വേണ്ടി മെഡൽ നേടാനായതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും അജയ് KCV ന്യൂസിനോട് പറഞ്ഞു. ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഞങ്ങൾക്ക് മെഡൽ വന്നത്. 200 മീറ്ററിലാണ് മെഡൽ വന്നത്. 20 പേരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നു തുഴയാനായിട്ട്. കൂട്ടത്തിൽ ഞങ്ങൾക്ക് സിൽവർ വന്നു. നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇത്ര ചെയ്യാൻ പറ്റി. അച്ഛനാണ് എന്നെ സെലക്ഷനും ഉണ്ട്, കൗൺസിലിൻ്റെ സെലക്ഷന് പാലയെ കൊണ്ട് അച്ഛനും അമ്മയും കൂടെ കൊണ്ട് കൗൺസിലിൻ്റെ സെലക്ഷൻ വഴി കൊല്ലത്തെ ഇപ്പോൾ +1 +2 പഠിക്കുന്നത്. അവിടെ ഇപ്പോൾ 2 വർഷമായിട്ട് +1 +2 ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആലപ്പുഴ സെലക്ഷൻ ഇറങ്ങി. +2 അവസാനമായി സെലക്ഷൻ വന്നു. സെലക്ഷൻ ഇറങ്ങി. സെലക്ഷൻ കനോയാക്കിൻ്റെ സെലക്ഷനായിരുന്നു ആദ്യം ഇറങ്ങി. അത് കിട്ടിയില്ലായിരുന്നു. ഞാൻ മുങ്ങിപ്പോയായിരുന്നു ചെയ്തത്. സെലക്ഷൻ അടിച്ചപ്പോൾ മുങ്ങിപ്പോയി. 1000 അടിച്ചപ്പോൾ മുങ്ങിപ്പോയി. അപ്പം പിന്നെ ഡ്രാഗൻ്റെ സെലക്ഷൻ ഇറങ്ങി. അവിടെ വെച്ച് തന്നെയായിരുന്നു ഡ്രാഗൻ്റെ സെലക്ഷൻ. അതിനിറങ്ങി സെലക്ഷൻ കിട്ടി. പിന്നെ ആലപ്പുഴ വെച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ ട്രെയിൻ കയറി ഭോപ്പാൽ പോയി. അവിടെ ഞങ്ങൾക്ക് മത്സരം നടന്നു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് കുന്നുതറ വീട്ടിൽ ഗോപകുമാറിൻ്റെയും സന്ധ്യയുടെയും മകനാണ് അജയ് കുമാർ. നാവികസേനയിൽ ചേരുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഈ മിടുക്കൻ പറയുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5715 രൂപ, പവന് 45,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.